ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ. 2 പാർട്ടായിട്ട് ഇടുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആയിപ്പോൾ അല്ലേ തന്നെ നമ്മൾ കുറേയൊക്കെ ഇട്ട് ബോറടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതുകൂടെ കൂട്ടി ഇതാക്കേണ്ടത്. പക്ഷെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും പിന്നീട് നമുക്ക് കാണേണ്ടതും ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് ഏത് എക്കോ നമ്മുടെ എക്കോ പോയിൻ്റ് ആയിരുന്നു കേട്ടോ. എക്കോ പോയിൻറ്റിന് അവിടെ കുറച്ച് നേരം നടന്നിട്ട് പിന്നെ നമ്മൾ കുണ്ടല ഡാമിലേക്ക് പോകണം കേട്ടോ. കുണ്ടല ഡാമെന്നാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തിരുത്തി തരിക കേട്ടോ. കമൻറ്റുകളിലൂടെ അറിയിച്ചാൽ മതി. അപ്പോഴേ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. യെസ്, കറക്റ്റ്, കുണ്ടല ഡാം. എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് പകർത്തിയത് കറക്റ്റായിരിക്കും. കാരണം വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള എഡിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ സ്ഥലത്തിൻ്റെ പേരും ഇങ്ങനെ വായി കിട്ടാതെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എല്ലാം ഒരു എന്താ പറയുക, ഒരു ഡാം ജലാശയം ആ ഒരു ഇതായതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപോലെ തോന്നി ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോയവരുണ്ടാവും. കാരണം മൂന്നാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും ഒരു വൈബാണ്. എനിക്കങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ഈ ട്രിപ്പ് പോയപ്പോൾ എനിക്ക് മൂന്നാറിനോട് കുറച്ചൊക്കെ ഒരു ഇഷ്ടമൊക്കെ വന്നു കേട്ടോ. അപ്പോഴത്തേ നമ്മൾ കുണ്ടല ഡാമിൽ കയറി. അവിടുന്ന് നമ്മൾ ഈ ഒരു എന്താ പറയുക, ഇത് മുഴുവൻ അക്വേഷ്യയാണ്. ഇവിടെ എല്ലാം ഈ ബോട്ടിങ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ ആ പാലം വഴി നടന്നു വരുമ്പോൾ പാലത്തിൽ നിന്ന് കിട്ടുന്നത് നല്ലൊരു വ്യൂ ആണ്. അതുപോലെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പം കുറച്ചുകൂടെ ഡാമിനോട് നമ്മൾ അടുക്കുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതിൽ കാലൊക്കെ ഇടാം. പക്ഷേ കുട്ടികളെ കൊണ്ടൊക്കെ അങ്ങനെ ചെയ്യിപ്പിക്കാതിരിക്കുക. കുട്ടികൾക്കാകുമ്പോൾ വെള്ളത്തിനോട് കൂടുതൽ അട്രാക്ഷൻ തോന്നും. പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞൊക്കെ ഓടി വന്നതാണ്. ഞാൻ പിന്നെ മാറ്റി വിട്ടു. എനിക്ക് ഭയങ്കര പേടിയാണ് പിള്ളേരിങ്ങനെ വെള്ളത്തിന് അടുത്തേക്കൊക്കെ പോകുന്നതും. ഒരുപാട് വാർത്തകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക. എല്ലാവരും എന്താ പറയുക, ഒരു അപകടങ്ങളും ഇല്ലാതെ എല്ലാവർക്കും നല്ലതായിട്ട് എല്ലാം ആസ്വദിക്കാനായിട്ട് പറ്റട്ടെ. അപ്പോഴേ നമ്മളിവിടെ ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയവർക്ക് ഇരിക്കാനായിട്ടുള്ള സീറ്റ്, പിള്ളേർക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് ഊഞ്ഞാൽ. പിള്ളേർ മാത്രമല്ല, വലിയൊരു ഊഞ്ഞാൽ ആടുന്നുണ്ട്. പിന്നെ എവിടെ ചെന്നാലും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു തരാനായിട്ട് ക്യാമറാമാന്മാർ നമ്മുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. കാരണം ഏത് തരത്തിലുള്ള ഫോട്ടോസ് അവർ പോസ് സഹിതം ഇട്ട് നമുക്ക് എടുത്തു തരും. അങ്ങനെ ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പ്രിൻ്റ് എടുത്ത് തരുന്നത് നമ്മുടെ പെട്ടെന്ന് തന്നെ ഊട്ടിയിലൊക്കെ പോലെ പ്രിൻ്റ് പെട്ടെന്ന് 10 മിനിറ്റിനുള്ളിൽ എടുത്തു തരുന്നത് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെയായിരുന്നു കേട്ടോ. ഞാൻ അതിന് ശേഷം നോക്കി, പക്ഷേ എവിടെ നിന്നും കിട്ടിയില്ല. പക്ഷേ അവിടെയാണ്, മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ നമുക്ക് ഫോട്ടോ എടുത്ത് അപ്പം തന്നെ നമുക്ക് പ്രിൻ്റാക്കി തരും കേട്ടോ. ഈ ഒരു മരത്തുമ്മേ ഞങ്ങൾ കയറി കുറേ ഗോഷ്ടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങാനായിട്ടും കുറേ പാടുപെട്ടിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയില്ല. കാരണം എനിക്ക് വേറൊരു ഫോണിലെടുത്ത വീഡിയോ ഇങ്ങോട്ട് അയച്ചു തന്നാലും എനിക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിലിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ ഫോണിലെടുത്ത സംഭവങ്ങൾ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതേ നമ്മൾ അവിടെ നിന്ന് അടുത്തത് നമ്മൾ പോയത് നമ്മുടെ ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. അവിടെയും നമ്മൾ അടിപൊളി വ്യൂ ആണ്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് കുറച്ച് നടക്കാനുണ്ടെങ്കിലും നടപ്പ്, 2 സൈഡിലെ കാഴ്ചകൾ, ക്ലൈമറ്റ് എല്ലാം കൊണ്ട് നമുക്കൊരു ബോറടിക്കത്തില്ല. ഭയങ്കര വൈബാണ് അതും. അങ്ങനെ ഞങ്ങൾ കുറേ പേര് ഇങ്ങനെ പാർട്ടായിട്ട് നടന്നു പോകണം കേട്ടോ. പിന്നാലെ വരുന്നുണ്ട്. മടിച്ചൊക്കെ ഓരോരുത്തർ വരാതെ ഇരിക്കുന്നുണ്ട്. കാരണം രാവിലെ തൊട്ട് തുടങ്ങിയ മലകയറ്റവും ഓട്ടവും ചാട്ടവും നടപ്പും ഒക്കെ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, പതിവില്ലാത്തവർക്ക് കാലുവേദന കാര്യങ്ങളൊക്കെ എടുക്കും. എന്തായാലും ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് നടക്കുന്നവർക്ക് അതൊന്നും ഫീൽ ചെയ്യത്തില്ല. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വഴി എന്ന് പറയുന്നത് കടയ്ക്കുള്ളിൽ കൂടെയാണ്. അതായത് 2 സൈഡിലും കടയും. അത് ഇങ്ങനെ നനയാണ്ടിരിക്കാനായിട്ട് മുകളിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് കടയ്ക്കുള്ളിലൂടെ നടന്നു പോകണ പോലെ തോന്നും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും നമ്മൾ പെടും. കാരണം കണ്ണി കണ്ടതൊക്കെ വേണമെന്ന് പറയും. കുഞ്ഞിങ്ങനെ പറഞ്ഞെങ്കിലും, എൻ്റെ വായിലെ വെള്ളം പറ്റിയെങ്കിലും കുഞ്ഞ് കുറേ കഴിഞ്ഞപ്പം കുഞ്ഞിക്കും കാര്യങ്ങൾ മനസ്സിലായി. റേഞ്ച് ഇല്ല, അതുപോലെ ഗൂഗിൾ പേ വർക്ക് ആവുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ കുഞ്ഞി ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞിക്ക് മനസ്സിലായി. അങ്ങനെ പൈസ എന്തായാലും നമ്മുടെ ക്യാഷായിട്ട് എപ്പോഴും കാണില്ലെന്നും അവൾക്കറിയാം. ഗൂഗിൾ പേ വർക്ക് ആവാത്ത തന്നെ അവൾ ചോദിച്ചിരുന്നത് നമ്മുടെ സ്വീറ്റ് കോണാണ്. അത് അവൾക്ക് വാങ്ങിക്കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമുക്ക് ലാസ്റ്റ് അത് കിട്ടി കേട്ടോ. കാരണം ഫോണിൽ പൈസയുണ്ട്, പക്ഷെ നമുക്ക് ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്തതുകൊണ്ട് പലതും വാങ്ങാനായിട്ട് പറ്റി. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ടോപ്പ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരാൾക്ക് 40 80 ഒക്കെ പറയുന്നുണ്ട്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പാസ് എടുക്കണം, 40 80 ഒക്കെ. അങ്ങനെ നമ്മൾ അവിടെ കയറി. നമ്മൾ ഒരാളെ മാത്രം മുകളിലേക്ക് കയറ്റി വിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുപ്പിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വന്നു. പിന്നെ ഇതേ രാത്രിയായി തുടങ്ങി. അപ്പോൾ ഇതേ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവസാന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിരുന്നു കേട്ടോ. അവിടെ അടിപൊളി ബൊട്ടാണിക്കൽ പാർക്ക് അടിപൊളിയായിരുന്നു. ഇവിടുന്ന് കയറുമ്പോൾ തൊട്ട് അവിടുത്തെ ലൈറ്റിങ് ഭയങ്കര ജാതി സാധനമായിരുന്നു കേട്ടോ. ലൈറ്റിങ് ഭയങ്കര അടിപൊളിയായിരുന്നു.
ഇവിടെ എല്ലാവരും തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പേരൊക്കെ വണ്ടിയിൽ ഇരിപ്പുണ്ടായിരുന്നു. കാരണം കുട്ടികളൊക്കെ നന്നായിട്ട് ഉറങ്ങിയായിരുന്നു ക്ഷീണം കൊണ്ട്. അങ്ങനെ കുഞ്ഞിയൊക്കെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഈ കാശിക്കുട്ടൻ അതുപോലെ തന്നെ നമ്മുടെ അഞ്ജനയുടെ കുട്ടി അവളൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയത്. ബാക്കി നമ്മുടെ രശ്മിയുടെ കുട്ടിയൊക്കെ ഉറങ്ങിയായിരുന്നു. അതുകൊണ്ട് അവരെ ഒന്നും ഇറക്കിയില്ല. അപ്പോൾ അവരൊക്കെ വണ്ടിയിൽ ഇരിപ്പുണ്ട്. ഇവിടെ ഈ ഒരു മ്യൂസിക്കൽ വാട്ടർ ഡാൻസ് ഭയങ്കര സംഭവമാണ്. ഇവിടെ 20 മിനിറ്റ് ഈ പരിപാടി കാണാൻ ഇത് വലിയ സിനിമ കൊട്ടകയിൽ ഇരിക്കണ പോലെ ആൾക്കാരാണ്. ആ വാട്ടർ ഡാൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ആളുകളെ ശരിക്കും കണ്ടത് കേട്ടോ. ആ ഗ്രൗണ്ട് നിറയെ ഇത് കാണാനായിട്ടുള്ള ആൾക്കാരാണ്. അവിടെ ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ ഇപ്പോൾ തുടങ്ങും എന്ന് പറഞ്ഞ ആൾക്കാർ ഓടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഏക്കർ കണക്കിന് കിടക്കുകയാണ് ഈ ഒരു പാർക്ക്. അടിപൊളി സംഭവമാണ്. പകൽ വന്നാലും കാണാനുണ്ട്. പക്ഷേ രാത്രിയിൽ എത്തിയതുകൊണ്ട് ഈ ലൈറ്റിങ് നമുക്ക് മിസ്സായില്ല. എല്ലാ രീതിയിലുള്ള ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കളർഫുള്ളാണ്, ഭയങ്കര അട്രാക്റ്റീവാണ്. എന്താ പറയുക, നമ്മുടെ മനസ്സിന് ഭയങ്കര ത്രില്ല് തരും. നമ്മളൊരു നക്ഷത്ര കൂടാരത്തിൽ ചെന്ന പോലെ. അവിടുന്ന് നമ്മളിതേ വണ്ടിയിൽ കയറി. ഞാനിവിടുന്ന് സ്വീറ്റ് കോൺ വാങ്ങിച്ചു. പക്ഷേ കുഞ്ഞ് ഉറങ്ങിപ്പോയിട്ടോ. കുഞ്ഞ് ഉറങ്ങിപ്പോയത് കൊണ്ട് തന്നെ 2 വാങ്ങിയിട്ട് ഞങ്ങൾ ഒരെണ്ണം കഴിച്ചു. ഒരെണ്ണം ഞാൻ കുഞ്ഞിക്കായിട്ട് വെച്ചിട്ടുണ്ട്. നാളെ ചീത്തയായി കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോഴേ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് വീണ്ടും തകർപ്പും കാര്യങ്ങളും ബഹളമൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ടൂറിൻ്റെ എന്താ പറയുക സമാപനം ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. അതിൻ്റെ ഒരു വിഷമത്തിൻ്റെ എൻജോയ്മെൻ്റാണ് കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. നിങ്ങളും ബോറടിപ്പിച്ചിട്ടില്ലെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയിൽ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു. ആൻഡ് നമ്മുടെ വീഡിയോ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.